ഒരു ബേസിക് ഫാമിലി ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ആദ്യം വിൽ ട്രൈ എ ഡിഫ്യൂസർ. ഓക്കെ, ജസ്റ്റ് ഡിഫ്യൂസർ നോർമൽ ഡിഫ്യൂസർ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിന്റെ സൈസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം. പ്ലസ് നമുക്ക് അതിനൊരു ഫ്ലോ റേറ്റ് ആഡ് ചെയ്യാനുള്ള ഒരു പാരാമീറ്റർ വേണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം ക്രിയേറ്റ് ചെയ്യണം. നോക്കാം. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇന്നലെ വെറുതെ ഒരു ഡിഫ്യൂസർ ക്രിയേറ്റ് ചെയ്തായിരുന്നു. ചുമ്മാ ബ്ലെൻഡ് യൂസ് ചെയ്തിട്ട് വെറുതെ ഒരു ഡിഫ്യൂസർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഡിഫ്യൂസറിന്റെ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തു ഇതുപോലെ. ഓക്കെ, ഇനി ഇത് പാരാമെട്രിക് ആയിട്ടുള്ള ഒരു ഡിഫ്യൂസർ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇതാണ് ഈ പോയിന്റ് ആണ് ഫേസ്, ഇതാണ് അതിന്റെ നെക്ക്. എനിക്ക് നെക്കിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം, അതേപോലെ തന്നെ ഫേസും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ നമ്മൾ എവിടെയൊക്കെ റെഫറൻസ് പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും? നമ്മൾ ഈ ഫേസിൽ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, ഇതിൽ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, ഇതിൽ ക്രിയേറ്റ് ചെയ്യണം. അതായത് എവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണോ അവിടെ എല്ലാം, ഏതൊക്കെ ഫേസ് അഡ്ജസ്റ്റ് ചെയ്യണോ അപ്പൊ അവിടെയൊക്കെ ഒരു റെഫറൻസ് പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒരു റഫ് ഐഡിയ തരാം. നമ്മൾ ഇവിടെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, ഇവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, ഇവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, ഇവിടെ വേണ്ടി വരും, ഇവിടെ വേണ്ടി വരും. അത് ഫേസിന് വേണ്ടിയിട്ട്. ഈ നെക്കിന് വേണ്ടിയിട്ട് ഇവിടെ വേണ്ടി വരും, ഇവിടെ, ഇവിടെ, ദെൻ ഇവിടെ. ഓക്കെ, എന്നിട്ട് ഇതിന്റെ പാരാമീറ്റർ കൊടുക്കണം. ഞാൻ ജസ്റ്റ് ഒരു തവണ ഞാൻ ചെയ്ത് കാണിച്ചപ്പോൾ ക്ലിയർ ആവും. ഡിഫ്യൂസർ ക്രിയേറ്റ് ചെയ്യുന്നതിനൊക്കെ മുന്നേ ഞാൻ ജസ്റ്റ് റെഫറൻസ് പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ക്രിയേറ്റ് പോകുന്നു. ഇതിന് ഓരോ ജസ്റ്റ് ഇതിന്റെ ഒരു ഇത് എങ്ങനെയാ ചെയ്യണമെന്ന് മാത്രം നോക്കിയാൽ മതി. ഇത് പലരും പല രീതിയിൽ ചെയ്യാറുണ്ട്. ആ മെത്തേഡ് മാത്രം നോക്കിയാൽ മതി, ഈ ടൂള് മാത്രം നോക്കിയാൽ മതി. റെഫറൻസ് പ്ലെയിൻ എടുക്കുന്നു, അത് ഞാൻ ഇവിടെ റെഫറൻസ് പ്ലെയിൻ വരയ്ക്കുന്നു. ഒന്നെങ്കിൽ ഇങ്ങനെ പ്ലെയിൻ വരയ്ക്കാം, അല്ലെങ്കിൽ ഈ പിക്ക് ലൈൻ എടുത്തിട്ട് ഈ ഓഫ്സെറ്റ് വാല്യൂ കൊടുക്കാം. ആണെന്നുണ്ടെങ്കിൽ 300 കൊടുക്കുന്നു. ഇത് പിക്കിനെ ഓട്ടോമാറ്റിക്കലി ഇതിൽ നിന്ന് ഓഫ്സെറ്റ് ചെയ്ത് 300 വയ്ക്കും. ഓക്കെ, അപ്പോ ഈ പ്ലെയിനും ആക്ച്വലി പിൻഡാണ്. ഇത് പിൻഡായിരിക്കും. ഇതൊരു കാരണവശാലും ഇത് പിൻ ചെയ്ത് വെക്കാൻ പാടില്ല. ബിക്കോസ് നമ്മൾ ഇതിനാണ് പാരാമീറ്റർ കൊടുക്കേണ്ടത്. ആ പ്ലെയിനാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. റെഫറൻസ് പ്ലെയിനുകളാണ് മൂവ് ചെയ്യുന്നത്. നമ്മൾ പ്ലെയിനുമായിട്ട് നമ്മൾ വരയ്ക്കുന്ന ഒബ്ജക്റ്റിനെ അറ്റാച്ച് ചെയ്യാണ്. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡയമെൻഷൻ എടുക്കുക. ആദ്യം ഈ ലൈൻ പിക്ക് ചെയ്യുക, ഇത് വെളിയിലൊന്ന് പിക്ക് ചെയ്യുക, ഈക്വൽ കൺസ്ട്രെയിൻ കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒബ്ജക്റ്റ്, അതിന്റെ സൈസ്. അതിനുശേഷം കോമൺ ആയിട്ടുള്ള ഡയമെൻഷൻ കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ ഈക്വൽ, രണ്ടിനും കോമൺ ആയിട്ടുള്ള ഡയമെൻഷൻ. ഓക്കെ, ഈ ഡയമെൻഷൻ സെലക്ട് ചെയ്യുന്നു, ലേബൽ ഡയമെൻഷൻ, ഫാമിലി പാരാമീറ്റർ, നെയിം. ഇതാണ് ആ ഡിഫ്യൂസറിന്റെ ഡിഫ്യൂസർ ഫേസ് വിഡ്ത് എന്ന് കൊടുക്കാം. Okay, this will be diffuser face height. ഇത് ഡിഫ്യൂസറിന് വേണ്ടിയിട്ട്, ഡിഫ്യൂസറിന്റെ ഫേസിന് വേണ്ടിയിട്ട്. ഇനി ഇതേപോലെ തന്നെ നെക്കിന് വേണ്ടിയിട്ടും ക്രിയേറ്റ് ചെയ്യണം. വേണമെങ്കിൽ കുറച്ച് വെച്ചോളൂ, ചെറുതാവില്ല. ഇതേപോലെ തന്നെ ഒരു റെഫറൻസ് പ്ലെയിൻ കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ക്രിയേറ്റ് ചെയ്യുക, നെക്കിന് വേണ്ടിയിട്ട് സെയിം പ്രൊസീജിയർ തന്നെ. ഡയമെൻഷൻ ഇത് ഈക്വൽ, കോമൺ ആയിട്ടുള്ള ഡയമെൻഷൻ കൊടുക്കാം. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇതാണ് നെക്ക് ഡിഫ്യൂസർ നെക്ക് ഹൈറ്റ്. ഇതാണ് നെക്ക് വിഡ്ത്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രോപ്പർട്ടി വരുന്നതാണോ? അത് എങ്ങനെയാണത്? സർ, ഇതോ ക്ലിക്ക് ചെയ്യുമ്പോൾ അതാ ഈ ടൂൾ വരും. ക്ലിക്ക് ചെയ്തിട്ട് ഈ പോയിന്റ് പിക്ക് ചെയ്താൽ മതി. ഇവിടെ ഈ ഓപ്ഷൻ ക്രിയേറ്റ് പാരാമീറ്റർ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ പാരാമീറ്റേഴ്സ് എല്ലാം ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതിന് ബെറ്റർ ഓപ്ഷൻ ഇത് തന്നെയാണ്. അത് ഞാൻ പറഞ്ഞുതരാം.
ഓക്കെ, ക്ലിയർ ആണല്ലോ. ഉം. ഇനി നോക്കൂ, ഞാൻ ജസ്റ്റ് കണ്ടോ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാരാമീറ്റേഴ്സ് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാ, ഇപ്പൊ ഞാൻ വെറുതെ ഇത് ഞാൻ 300 ആക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പ്ലെയിൻ ചേഞ്ച് ആവുന്ന കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനി നമ്മൾ നേരെ ബ്ലെൻഡിൽ പോയി ആദ്യം ബേസ് ആണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബേസിൽ നമ്മൾ കൊടുക്കുന്നു. ഇതാണ് എൻ്റെ ബേസ് ഡയമെൻഷൻ, ബേസ് പ്ലെയിൻ. ജസ്റ്റ് ആ കറക്റ്റ് ആ റെഫറൻസ് പ്ലെയിൻ വരച്ച പോയിന്റിലും കൂടെ പിക്ക് ചെയ്ത് പോയാൽ മതി. മറ്റേത് ലോക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലും റെഫറൻസ് പ്ലെയിൻ ചേഞ്ച് ചെയ്തതിനനുസരിച്ചിട്ട് ഇത് മാറത്തുള്ളൂ, ഒബ്ജക്റ്റ് നീങ്ങിട്ട്. നെക്സ്റ്റ് എഡിറ്റ് ടോപ്പ് എടുക്കുക, റെക്ടാങ്കിൾ. ഇതാണ് എഡിറ്റ് ടോപ്പ്. ടോപ്പ് തുടങ്ങി നമ്മുടെ ഫേസ് ലോക്ക് ചെയ്ത് വെക്കുക. അയ്യോ, ഹൈറ്റ് വേണ്ടിയിട്ട് ഒരു പാരാമീറ്റർ ക്രിയേറ്റ് ചെയ്യണമായിരുന്നു, പക്ഷെ ഞാൻ പാരാമീറ്റർ ക്രിയേറ്റ് ചെയ്യാൻ വിട്ടുപോയി. പക്ഷെ നമ്മൾ ഇനിയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വരച്ചതിന് ശേഷം നമുക്ക് റെഫറൻസ് പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാൻ ഓക്കെ കൊടുക്കാം. ഇനി ഞാൻ ഫ്രണ്ട് പ്ലെയിനിൽ പോകണമെങ്കിൽ ഇങ്ങനെ ഒന്നും ഇപ്പം ഉണ്ടാവും. ഞാൻ എന്ത് ചെയ്തു, ഒരു പ്ലെയിനോട് ക്രിയേറ്റ് ചെയ്യുന്നു, ഡയമെൻഷൻ എടുത്തു, ഡയമെൻഷൻ ചെയ്തു. ഇതിന് ഞാനൊരു പാരാമീറ്റർ അസൈൻ ചെയ്യുന്നു. ഇത് ഡിഫ്യൂസറിന്റെ ഓക്കെ, ഡിഫ്യൂസർ ജസ്റ്റ് ഹൈറ്റ്. ഓക്കെ, എന്നിട്ട് അലൈൻ ടൂൾ എടുത്തിട്ട് ഈ പ്ലെയിനും ഈ ഫേസും പിക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കുക. അപ്പൊ ഇത് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഫേസ് മാറും. അതാ ഡിഫ്യൂസർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ജസ്റ്റ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇതാ, നമുക്ക് ഇതിന്റെ ഈ ആ സ്ലോട്ടുകളില്ലേ ഇതില്, ആ പിന്നെ ഈ എയർ പോകുന്ന ആ അകത്ത് വരുന്ന സ്ലോട്ടല്ലേ സാർ പറയുന്നത്? അതെ. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വോയിഡ് ചെയ്യണം. നമ്മൾ സാധാരണ ഇങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ? അല്ല, എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ബേസ് വെച്ച് പറഞ്ഞേ ഉള്ളൂ. നമുക്ക് അതൊന്നും നോക്കാം. ഞാൻ ജസ്റ്റ് പാരാമീറ്ററിന്റെ കാര്യം മാത്രം പറഞ്ഞേ ഉള്ളൂ. നമുക്ക് സബ്മിറ്റിൽ എങ്ങനെയാണോ അതേപടി പോലെ വരയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് ജസ്റ്റ് ഡയമെൻഷൻസ് ഒന്ന് ചേഞ്ച് നോക്കാം. ഇപ്പൊ ഡിഫ്യൂസറിന്റെ ഫേസ് ഹൈറ്റ് വന്നിട്ട് 600, ഫേസ് വിഡ്ത്ത് 640. ഞാൻ ഇപ്പൊ 600/600 കൊടുക്കുന്നു. ഫേസ് നെക്ക് വന്നിട്ട് 300/300. ഡിഫ്യൂസറിന്റെ ഹൈറ്റ് ഞാൻ 150 കൊടുത്തു. അപ്പൊ അതുപോലെ ജനറേറ്റ് ആവും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഈ ഫാമിലിനെ കാറ്റഗറൈസ് ചെയ്യുന്നു. ഇതൊരു ടെർമിനലാണ് അല്ലെ? കാറ്റഗറൈസ് ചെയ്യുമ്പോൾ മെക്കാനിക്കൽ എക്യുപ്മെന്റ് അല്ല കാറ്റഗറൈസ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഡിഫ്യൂസറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ കാറ്റഗറി എയർ ടെർമിനൽ. ജസ്റ്റ് ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തത് പാരാമീറ്റേഴ്സ് ആണ് കാണുന്നത്. ഇതെല്ലാം ടൈപ്പ് പാരാമീറ്റേഴ്സ് ആണ്. ഞാൻ എന്താ ടൈപ്പ് പാരാമീറ്റർ എന്ന് പറഞ്ഞു തരാം. ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നു. ഞാൻ ഈ ഫയലിനെ സേവ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ പ്രോജക്റ്റിലേക്ക് ആ ഒരു ടെർമിനലിൽ ഞാൻ കൊണ്ടുവരാണ്. സിസ്റ്റംസിൽ പോകുന്നു, എയർ ടെർമിനൽ, ലോഡ് ഫാമിലി. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫാമിലി ഇതാണ്. ഓക്കെ, ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്താണ് ഇത് എടുത്ത് മാറിപ്പോയതാ. ആരമാർക്ക് നമ്മൾ വെച്ചിട്ടില്ല. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഞാൻ ജസ്റ്റ് ഫാമിലി സെലക്ട് ചെയ്യാം. ഇതിൽ എഡിറ്റ് ടൈപ്പിനകത്ത് പോവുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡയമെൻഷൻസ്, ആ പാരാമീറ്റേഴ്സും കൂടെ കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി സപ്പോസ് ഇപ്പൊ ഈ ഡയമെൻഷൻ നമുക്ക് ഇപ്പം ഇതിന്റെ ഡയമെൻഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇപ്പൊ ഞാനിപ്പോ എനിക്കിപ്പോ ഇതൊരു 450/450, ഹൈറ്റ് 150, ഇത് വന്നിട്ട് 250 ആക്കണം എന്ന് ചോദിച്ചു. നെക്ക് 250 ആക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ സൈസ് മാറും. എല്ലാത്തിനും മാറും. ഇപ്പൊ ഇതിന് അതെ, ഇപ്പൊ ഒന്നിന്റെ മാത്രം മാറ്റം മതി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഫാമിലി സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ടൈപ്പ് ചെയ്തതിനു ശേഷം ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ പുതിയ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ ഡിഫോൾട്ട് ടൈപ്പ് കിടക്കുന്നത് ഇതിന് ടൈപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ നെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം 450 അല്ലെങ്കിൽ 500/500 ഫേസും ഒരു 300/300 നെക്കൊന്ന് വിചാരിച്ചോളൂ. കറസ്പോണ്ടിങ് സൈസ് പഠിച്ചു കൊടുത്താൽ മതി.
ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മതി ജസ്റ്റ് അതിന്റെ. ഓക്കെ. അപ്പൊ ഇത് മാത്രമേ മാറത്തുള്ളൂ, ഇത് പഴയതുപോലെ തന്നെ ഇരിക്കും. അപ്പൊ ഇതിനകത്ത് തന്നെ 2 ടൈപ്പ് കിടപ്പുണ്ടാവും. ഫാമിലി ഇതിനകത്ത് 2 ടൈപ്പ് നമുക്ക് ഈസിയായിട്ട് സ്വിച്ച് ചെയ്യാം. ഓക്കെ. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പറയാലോ സാറേ, സ്റ്റാൻഡേർഡ് സൈസസ് നമുക്ക് അറിയാലോ. നമുക്ക് ഫാമിലി ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത്ര സ്റ്റാൻഡേർഡ് സൈസ്. ഇപ്പൊ നമ്മൾ ബ്ലോക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മറ്റേ ഡൈനാമിക് പാരാമീറ്റേഴ്സ് കൊടുക്കുമല്ല, ഒരു ബ്ലോക്ക് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ കുറെ സൈസ് വരുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫാമിലി ടൈപ്സ് എടുക്കുക. ഫാമിലി ടൈപ്സ്, ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ടൈപ്പ് നെയിം. ടൈപ്പ് നെയിമിന്റെ അവിടെ ന്യൂ ടൈപ്പ് നെയിം പിക്ക് ചെയ്യാം. ഓക്കെ. ഇനി സപ്പോസ് ഞാനൊരു ജസ്റ്റ് ജനറൽ നെയിം കൊടുക്കുകയാണ്. നമ്മൾ പ്രോജക്റ്റില് SD01 എന്ന് പറയുന്ന ഫസ്റ്റ് ഡിഫ്യൂസർ, സപ്ലൈ ഡിഫ്യൂസർ ആണെന്ന് വിചാരിച്ചു. അതിന്റെ സൈസാണ് 600x600, 300x300. ശരി, വേറൊരു ടൈപ്പ് ഉണ്ട്, അത് SD2. അതിന്റെ ടൈപ്പ് വന്നിട്ട് അതിന്റെ സൈസ് വന്നിട്ട് സേ ഇത് 450 ആണെന്ന് വിചാരിച്ചു. 450x450, 250x250. ഇനി ഇവിടെ റൈറ്റ് സൈഡിൽ ഫോർമുലാസ് ഉണ്ട്. നമ്മൾ എക്സലിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഫോർമുലയിനകത്തും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സപ്പോസ് എനിക്ക് ഫേസ് വിഡ്ത്തും ഫേസ് ഹൈറ്റും ഈക്വൽ ആണ്. ഞാൻ ജസ്റ്റ് ഈ ഒരു പാരാമീറ്റർ സെലക്ട് ചെയ്ത് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓടി മാറിക്കോളും. സാധാരണ നമ്മൾ എക്സലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. ഓക്കെ, പിന്നെ അത് 450 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 450. ഞാൻ ഇതും ഈക്വലൈസ് ചെയ്യുന്നു. ഇത് ഞാൻ 250 കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി 250 സ്റ്റഫിലാക്കി. ശരി, അടുത്തൊരു ടൈപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, SD3. ഞാനിതൊരു 300 കൊടുക്കുന്നു. ഞാൻ വെറുതെ ഒരു സൈസ് അങ്ങ് ടൈപ്പ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. നമുക്ക് ടൈപ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് ഇത്രയും ടൈപ്പ് ഉണ്ട്. SD01 റീനെയിം കേട്ടോ, SD02, SD03, അങ്ങനെ 3 ടൈപ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഞാൻ പ്രോജക്റ്റിലേക്ക് ഇതൊന്ന് ലോഡ് ചെയ്യണം. ലോഡ് ഇൻ ടു പ്രോജക്ട്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ പ്രോജക്റ്റിലേക്ക് ലോഡ് ചെയ്യാൻ പറ്റും. പ്രൊജക്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലോഡ് ഇൻ ടു പ്രോജക്ട്. ഏത് പ്രോജക്റ്റിലേക്കാണോ ലോഡ് ചെയ്യേണ്ടത് ആ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ഓവർറൈറ്റ് ചെയ്യും. ഇനി ഞാൻ ഈ ഫാമിലി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടൈപ്പുകൾ കിടപ്പുണ്ട് കേട്ടോ. SD3, SD2, SD1 ഇത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തതാണ്. ഇതിനകത്ത് തന്നെ ഈ പ്രൊജക്റ്റിൽ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. നേരത്തെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫാമിലി ടൈപ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഡിഫ്യൂസറിൽ ഡക്ട് കണക്ട് ചെയ്യണം. ഇപ്പൊ കണക്ടർ ഒന്നും കാണുന്നില്ല, നമുക്ക് ഡക്ട് വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഡക്ട് സ്കെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3D വ്യൂ എടുക്കുക. ഈ ഫേസിൽ ഒരു കണക്ടർ കൊടുക്കണം. കണക്ടർ കൊടുക്കാനായിട്ട് നേരെ ക്രിയേറ്റിൽ പോവുക. ഇവിടെ ഡക്ട് കണക്ടർ എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. കണക്ടർ എടുക്കുക. ഏത് ഫേസിലാണോ വേണ്ടത് ആ ഫേസ് ജസ്റ്റ് പിക്ക് ചെയ്യുക. ചിലപ്പോൾ ഈ ഫേസ് പിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ജസ്റ്റ് ആ ഫേസിൽ കൊണ്ട് കേഴ്സർ കൊണ്ട് വെച്ചും ടാബ് പ്രസ് ചെയ്താണ്. ടാബ് ബട്ടൺ പിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഒരു കണക്ടർ വരും കണ്ടോ. ഇനി കണക്ടർ സെലക്ട് ചെയ്യുക. കണക്ടറിന്റെ സൈസും ഈ ഫേസിന്റെ സൈസും സെയിം ആയിരിക്കണം അല്ലെ. ഫേസിന്റെ സൈസ് ആണല്ലോ ഡക്ക് സൈസ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് ഇനി കണക്ടർ സെലക്ട് ചെയ്യാം. സോറി, നെക്കിന്റെ യെസ്, നെക്കിന്റെ സൈസ്. അപ്പൊ ജസ്റ്റ് ഞാൻ ഈ കണക്ടർ സെലക്ട് ചെയ്യുമ്പോൾ കണക്ടറിന്റെ പ്രോപ്പർട്ടി കിടപ്പുണ്ടാവും കണ്ടോ. കണക്ടർ സെലക്ട് ചെയ്യുമ്പോൾ കണക്ടർ പ്രോപ്പർട്ടി. അപ്പൊ കണക്ടറിന്റെ ഹൈറ്റും വിഡ്ത്തും കിടപ്പുണ്ട്. നമുക്കിവിടെ മാനുവലി അടിക്കണമെങ്കിൽ അടിക്കാം. പക്ഷെ മാനുവലി അടിച്ചു കഴിഞ്ഞാൽ ആ സൈസ് മാത്രമേ നമുക്ക് വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അറ്റത്ത് ഒരു പോയിന്റ് കിടപ്പുണ്ട്, ഹൈറ്റ്. ജസ്റ്റ് ഇത് പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാരാമീറ്റേഴ്സ് മൊത്തം ഇവിടെ കിടപ്പുണ്ടാവും. ഇത് ഏതിന്റെയാണോ വേണ്ടത് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ എനിക്ക് ആക്ച്വലി ഈ കണക്ടറിന്റെ സൈസും ഇതിന്റെ നെക്കിന്റെ സൈസും സെയിം ആയിരിക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് കണക്ടർ സെലക്ട് ചെയ്യുക, ഹൈറ്റ് പിക്ക് ചെയ്യുക, ഈ പോയിന്റ് പിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിനകത്ത് ഡിഫ്യൂസർ നെക്ക് ഹൈറ്റ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യും കണ്ടോ. ഈ സൈസിലേക്ക് മാറി. അതേപോലെ തന്നെ വിഡ്ത്ത് മാറ്റിയിട്ട് വിഡ്ത്ത് എടുക്കുക. ഇത് ഡിഫ്യൂസർ നെക്ക് വിഡ്ത്ത് കൊടുക്കുക. ക്ലിയർ ആണോ? ഇനി ഒന്നുകൂടെ ഞാൻ തുറന്നിട്ട് പറയാം. ക്രിയേറ്റിൽ പോവാ, ഡക്ട് കണക്ടർ ഈ ഫേസിൽ അങ്ങ് പിക്ക് ചെയ്യുക. കണക്ടർ ഓട്ടോമാറ്റിക്കലി വരും. കണക്ടർ സെലക്ട് ചെയ്യുക. എന്നിട്ട് കണക്ടറിന്റെ ഹൈറ്റും വിഡ്ത്തും. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ കുറെ ടൈപ്പ് ക്രിയേറ്റ് ചെയ്തല്ലോ. ഇപ്പൊ നമ്മൾ 2 ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ 2 ചേഞ്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ നെക്കിന്റെ സൈസിന്റെ കൂടെ ഈ കണക്ടറിന്റെ സൈസ് മാറണം.
അപ്പൊ അതിന് വേണ്ടിയിട്ട് കണക്ടർ സെലക്ട് ചെയ്യുമ്പോൾ കണക്ടറിൽ ഡീഫോൾട്ട് ആയിട്ട് തന്നെ വിഡ്ത്തും ഹൈറ്റും എന്നുള്ള പാരാമീറ്റർ ഉണ്ട്. ഇത് ഡീഫോൾട്ട് ആയിട്ടുള്ള പാരാമീറ്റർ ആണ്. ഇതും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാരാമീറ്ററുമായിട്ട് ലിങ്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇത് കണക്ടറിന്റെ ഹൈറ്റ് ആണ്. ഇങ്ങേ അറ്റത്ത് പോയി ഈ പോയിന്റ് പിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാരാമീറ്റർ കിടപ്പുണ്ടാവും. അപ്പൊ ഈ കണക്ടറിന്റെ ഹൈറ്റും നെക്ക് ഹൈറ്റും സെയിം ആയിരിക്കണം, ഡിഫ്യൂസർ നെക്ക് ഹൈറ്റും. അപ്പൊ അത് പിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കലി അത് വന്നു. അതേപോലെ തന്നെ വിഡ്ത്തും സെയിം ആയിരിക്കണം, നെക്ക് വിഡ്ത്ത്. ഓക്കെ, ഇനി അടുത്തത് നോക്കുക, ഫ്ലോ ഡയറക്ഷൻ. ബൈ ഡയറക്ഷൻ കുറെ ഓപ്ഷൻസ് കിടപ്പുണ്ട്, ഇൻ ഓർ ഔട്ട്. ഓക്കെ, അത് ഈവൻ ബൈ ഡയറക്ഷൻ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, ഔട്ട്പുട്ടിന് ഔട്ട്പുട്ട് വെക്കാം. ഫ്ലോന്റെ ഡയറക്ഷൻ യൂസ് ചെയ്താ പറയുന്നത്. റിട്ടേൺ ആണെങ്കിൽ ഇന്ന്, സപ്ലൈ ആണെങ്കിൽ ഔട്ട്. ഞാൻ ഔട്ട് കൊടുക്കുന്നു. ഓക്കെ, അതിപ്പോ ബൈ ഡയറക്ഷൻ ഇട്ടാലും വലിയ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. ഇനി ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, സിസ്റ്റം ക്ലാസിഫിക്കേഷൻ. സപ്പോസ് നമ്മൾ സപ്ലൈ ഡിഫ്യൂസർ ആണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സിസ്റ്റം ക്ലാസിഫിക്കേഷൻ സപ്ലൈ കൊടുക്കുക. റിട്ടേൺ ആണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ റിട്ടേൺ കൊടുക്കുക. എക്സോസ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എക്സോസ്റ്റ് കൊടുക്കുക. ഇനി നമ്മൾ ഫ്രഷർ ആണ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സപ്ലൈ തന്നെ കൊടുക്കണം, ആ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട്. ടോയ്ലറ്റ് എക്സോസ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സോസ്റ്റ് കൊടുക്കണം. അങ്ങനെ സപ്ലൈ സിസ്റ്റം ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ അതിന്റെ നമ്മൾ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ അത് മാത്രമല്ല, നമുക്ക് റിട്ടേൺ ഡിഫ്യൂസർ ഒരിക്കലും സപ്ലൈയിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ കറക്റ്റ് ക്ലാസിഫിക്കേഷൻ കൊടുക്കുക. ഓക്കെ, ഇനി ഓൾറെഡി ഒരു ഫ്ലോ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ എന്തൊന്നും കിടപ്പുണ്ട്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നു. ഇനി ഞാൻ ജസ്റ്റ് സേവ് ചെയ്ത് ഞാൻ ഒന്നുകൂടി പ്രൊജക്റ്റിലേക്ക് ലോഡ് ചെയ്യാം. ഈ ഡിഫ്യൂസ് സെലക്ട് ചെയ്യുമ്പോൾ വേണ്ട ഒരു പോയിന്റ് കാണിക്കുന്നത്, ഇതാണ് ഡക്ട് കണക്ടർ. ഓക്കെ, സെലക്ട് ചെയ്യുമ്പോൾ ഇനി ഞാൻ ഈ ഡിഫ്യൂസർ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുമ്പോൾ എനിക്കിതിൽ പാരാമീറ്ററൊക്കെ ആയിട്ട് എഡി ടൈപ്പിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പാരാമീറ്റേഴ്സ് എല്ലാം, അതായത് നമ്മുടെ ഡയമെൻഷൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി എനിക്ക് ഇതിനകത്ത് 2-3 പാരാമീറ്റേഴ്സ് എക്സ്ട്രാ ആഡ് ചെയ്യണം. സപ്പോസ് ഇതിന്റെ ഫ്ലോ റേറ്റ് ആഡ് ചെയ്യണം എനിക്ക്. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഫ്ലോ റേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് 0 ലിറ്റർ പെർ സെക്കൻഡ്, പക്ഷെ ഇത് ഹിഡൻ ആണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാമിലി ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു ഫ്ലോ റേറ്റിന് വേണ്ടിയിട്ട് ഒരു പാരാമീറ്റർ ക്രിയേറ്റ് ചെയ്യണം. പാരാമീറ്റർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫാമിലി ടൈപ്സിൽ പോവുക. അതായത് ഇവിടെ ന്യൂ പാരാമീറ്റർ ഞാൻ പേര് കൊടുക്കുന്നു, എയർ ഫ്ലോ. ഇനി ഡിസിപ്ലിൻ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് നമ്മുടെ ഡിസിപ്ലിൻസ് കാണാൻ പറ്റും. അതിനകത്ത് HVAC കൊടുക്കുക. ടൈപ്പ് ഓഫ് പാരാമീറ്റർ ഇതെല്ലാം HVAC റിലേറ്റഡ് പാരാമീറ്റേഴ്സ് ആണ്. റഫ്നെസ്, ഹീറ്റ് ഗെയിൻ, ക്രോസ്, അങ്ങനെ കുറെ കിടപ്പുണ്ട്. അതിനകത്ത് എയർ ഫ്ലോ എന്ന് തന്നെ ഒരു പാരാമീറ്റർ ഉണ്ടാവും, ആ പാരാമീറ്റർ കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞു ബേസിക്കലി നമുക്ക് 2 ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സ് ഉണ്ട്. ടൈപ്പ് പാരാമീറ്റർ ഉണ്ട്, ഇൻസ്റ്റൻസ് പാരാമീറ്റർ ഉണ്ട്. ഞാൻ രണ്ടും ഒന്ന് പറഞ്ഞുതരാം ബേസിക്കലി എന്താണെന്നുള്ളത്. ഇപ്പോ സപ്പോസ് ഈ ഡിഫ്യൂസർ, 2 ഡിഫ്യൂസർ ഉണ്ട്, 2 സെയിം സൈസ് ആണ്, ഡയമെൻഷനലി സെയിം സൈസ് ആണെന്ന് വിചാരിച്ചോളൂ. സപ്പോസ് ഈ ഡിഫ്യൂസറിലൂടെ സപ്ലൈ ചെയ്യുന്നത് ഒരു 250 CFM ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഇതിലൂടെ പോകുന്നത് ഒരു 200 CFM ആണെന്ന് വിചാരിക്കാം. പക്ഷെ രണ്ടിനും ഡയമെൻഷൻ സെയിം ആണ്, പക്ഷെ രണ്ടിലൂടെ പോകുന്ന എയർ ഫ്ലോ റേറ്റ് വ്യത്യാസമുണ്ട്. അപ്പൊ എയർ ഫ്ലോ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റൻസ് പാരാമീറ്റർ ആണ്. അതായത് നമ്മളിപ്പം ഞാൻ ഇപ്പൊ ഇവിടെ സെലക്ട് ചെയ്യണത് ഇതിനൊരു ഓഫ്സെറ്റ് വാല്യൂ കൊടുത്തു, ഇത് ഞാൻ 3000 കൊടുത്തു. പക്ഷെ ഇത് ഇപ്പോഴും 0 ആയിരിക്കും. ഇതിന് മാത്രമായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത്. പക്ഷെ ഞാൻ എഡിറ്റ് ടൈപ്പിനകത്ത് പോയിട്ട് ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു പാരാമീറ്റർ ഞാനിപ്പോ 150 പകരം ഒരു 200 ആക്കണമെങ്കിൽ ഈ സെയിം ടൈപ്പിലുള്ള എല്ലാ ഫാമിലീസും ചേഞ്ച് ആവും. ഓക്കെ, അപ്പൊ എനിക്ക് എയർ ഫ്ലോ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റൻസ് പാരാമീറ്റർ ആണ്. അതായത് ഇൻഡിവിജ്വലി എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റണം, ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട്. അപ്പൊ ഞാൻ അതുപോലെ എയർ ഫ്ലോ എന്ന് പറയുന്ന പാരാമീറ്റർ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ന്യൂ പാരാമീറ്റർ, പേര് കൊടുക്കുക എയർ ഫ്ലോ. ഇതിനെ ഇൻസ്റ്റൻസ് ആക്കുക. ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് ഇൻസ്റ്റൻസ് ആക്കുക. നേരത്തെ പറഞ്ഞ ഡിസിപ്ലിൻ HVAC, ടൈപ്പ് ഓഫ് പാരാമീറ്റർ എയർ ഫ്ലോ, സ്റ്റോക്ക് കൊടുക്കുക. ഓക്കെ, ഇനി ഇൻസ്റ്റൻസ് പാരാമീറ്റർ ആകുമ്പോൾ ബ്രാക്കറ്റിനകത്ത് ഡീഫോൾട്ട് എന്ന് എഴുതി കാണിക്കും. ഡീഫോൾട്ട് ടൈപ്പ് പാരാമീറ്റർ ആകുമ്പോൾ ഡീഫോൾട്ട് എന്ന് എഴുതി കാണിക്കുകയല്ല. ഇതിനകത്ത് യൂണിറ്റ് കിടക്കുന്നത് ലിറ്റർ പെർ സെക്കൻഡ് ആണ്. യൂണിറ്റ് നമുക്ക് എങ്ങനെയാണെങ്കിലും ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ജസ്റ്റ് ഈ കണക്ടർ അങ്ങോട്ട് സെലക്ട് ചെയ്യാം. ഈ കണക്ടർ സെലക്ട് ചെയ്യുമ്പോൾ കണക്ടറിൽ ഒരു എയർ ഫ്ലോ കിടപ്പുണ്ട്, കണ്ടോ, ഒരു ഫ്ലോ റേറ്റ് കിടപ്പുണ്ട്, ഒരു ഫ്ലോ.
ഇതിന്റെ തന്നെ ഇങ്ങോട്ട് പിക്ക് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എയർ ഫ്ലോ ആയിട്ട് അസോസിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി സേവ് ചെയ്യുന്നു. ഇനി ഞാൻ നമ്മുടെ പ്രോജക്റ്റിലേക്ക് ലോഡ് ചെയ്യാം. ഇനി സെലക്ട് ചെയ്യണേ നമുക്ക് ഇവിടെ ഫ്ലോ റേറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ? 100 ലിറ്റർ പെർ സെക്കൻഡ്. യൂണിറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാം. യൂണിറ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ മാനേജിൽ പോവുക, പ്രോജക്ട് യൂണിറ്റ് ഓട്ടോക്കാട് പോലെ തന്നെ, ഇല്ലെങ്കിൽ യു എൻ അടിച്ചാലും മതി. ഡിസിപ്ലിൻ HVAC. അപ്പൊ HVACന്റെ റിലേറ്റഡ് പാരാമീറ്റേഴ്സ് മൊത്തം ഇവിടെ കിടപ്പുണ്ടാവും. എല്ലാം കിടപ്പുണ്ടോ? ഡെൻസിറ്റി, ഫ്രിക്ഷൻ, എല്ലാത്തിനും ഇൻഡിവിജ്വലി യൂണിറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അല്ല പിന്നെ എല്ലാം വൺ SI സിസ്റ്റം, വൺ കേസ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് യൂണിറ്റ് അങ്ങനെയാണോ? അല്ല ഇൻഡിവിജ്വലി ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? അതായത് ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ ഇപ്പൊ എയർ ഫ്ലോ ലിറ്റർ പെർ സെക്കൻഡിലും ടണ്ണേജ് ടണ്ണിലും, അതായത് കിലോ വാട്ടറിന് പകരം ടണ്ണേജിലും അങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പറ്റും, അത് പറ്റും. അത് പക്ഷേ റിസൾട്ട് വരുമ്പോൾ രണ്ടിലും കാണിക്കാൻ പറ്റും. രണ്ടിലും കാണിക്കാൻ പറ്റും. പറ്റും. ഓക്കെ, ശരി. മലയാളം നമ്മളിപ്പോ ഹാപ്പിലാണെങ്കിൽ ഇപ്പൊ ഒരു പിന്നെ യൂണിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. പക്ഷെ ഒന്നാണെങ്കിൽ എല്ലാ SI യൂണിറ്റിലാണ്, അല്ലെങ്കിൽ റിസൾട്ട് വരുമ്പോ നമുക്ക് രണ്ടിലും, അതായത് അനോട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടിലും കാണിക്കാൻ പറ്റും. അല്ലേ? ഇപ്പൊ ഇതിലെല്ലാം ലിറ്റർ പെർ സെക്കൻഡ് ആണ് ഉള്ളത്, SI യൂണിറ്റിലാണ് സിസ്റ്റം ഉള്ളത്. ഓക്കെ. അല്ല, ഇത് നമുക്ക് ഇൻഡിവിജ്വലി മാറ്റാം. ഇപ്പൊ ലിറ്റർ ഇത് മാത്രം നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം ലിറ്റർ ഒരു മിനിറ്റ്, സോറി എയർ ഫ്ലോ എടുക്കുക. അതാ യൂണിറ്റ് ഇവിടെ കിടപ്പുണ്ട് കണ്ടോ? ഓക്കെ, ഇപ്പൊ നമുക്ക് CFM ആക്കണമെങ്കിൽ അതാ CFM സിമ്പിൾ കൊടുത്താൽ CFM. അത് മാത്രം മാറും. അങ്ങനെ ഓരോന്നും ഇൻഡിവിജ്വലി ചേഞ്ച് ചെയ്യാൻ പറ്റും. UN എടുത്തു. സാർക്ക് ഇതിനകത്ത് വേറെ ഇപ്പൊ എന്താണോ വേണ്ടത് അത് മാത്രം. അപ്പൊ ഇനിയിപ്പോ നെക്സ്റ്റ് ഈ ഓക്കെ ഇപ്പൊ നമ്മൾ ഒന്ന് നോക്കി. അപ്പൊ രണ്ടാമത്തെ വേറൊരു ഡിഫ്യൂസർ നോക്കുമ്പോ അതിന് CFM ആയിരിക്കുമോ? എല്ലാത്തിനും CFM ആയിരിക്കും. എല്ലാത്തിനും CFM ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഒന്നിനെ മാറ്റിയതുകൊണ്ട് അല്ലേ? അതെ. ഓക്കെ, എല്ലാത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാത്തിലും CFM വേണ്ട, ഞങ്ങോട്ട് വരാം. ഒരു മിനിറ്റ്. ഓക്കെ, ഇനി എനിക്ക് പ്ലാനില് ആക്ച്വലി ഈ ഡിഫ്യൂസറിന്റെ പ്ലാനില് എനിക്കിപ്പോ ഒരു സിമ്പിളാ കണ്ടെന്ന് വിചാരിച്ചോളൂ. അതായത് നമ്മളെ സപ്ലൈന്റെ സിമ്പിൾ. ഓക്കെ, അത് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റിൽ പോവാ, സോറി അനോട്ടേറ്റിൽ പോവാ. അനോട്ടേറ്റില് സിംബോളിക് ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിടപ്പുണ്ട്. ഇത് വെച്ച് നമുക്ക് ഇതിന്റെ സിമ്പിൾ എന്താണോ എങ്ങനെയാണോ വേണ്ടത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. സിംബോളിക് ലൈൻ എടുത്തു, റെക്ടാങ്കിൾ എടുത്തു, കറക്റ്റ് ആ റെഫറൻസ് പ്ലെയിൻ തന്നെ പിക്ക് ചെയ്തു, ലോക്ക് ചെയ്തു. സപ്പോസ് എനിക്ക് ഇങ്ങനെയാണ് ഒരു ലൈൻ, ഇങ്ങനെ ഞാൻ സ്കെച്ച് ചെയ്യുന്നു, ഒരു ലൈൻ ഇങ്ങനെയാണ് സ്കെച്ച് ചെയ്യുന്നത്. ഇതാണല്ലോ നമ്മുടെ സപ്ലൈന്റെ സിമ്പിൾ. ഓക്കെ, ഞാൻ ജസ്റ്റ് പ്രൊജക്റ്റിലേക്ക് ഒന്ന് ലോഡ് ചെയ്യാം. പ്രൊജക്റ്റിലേക്ക് ലോഡ് ചെയ്യുമ്പോൾ സിമ്പിളും കാണിക്കും, പിന്നെ ഇതും കാണിക്കും, ഈ റെക്ടാങ്കിളും കാണിക്കും. അപ്പൊ എനിക്ക് ഈ റെക്ടാങ്കിൾ, അതായത് ഇതിന്റെ 3D വ്യൂ ഹൈഡ് ചെയ്യണമെങ്കിൽ ഹൈഡ് ചെയ്തിടാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് 3D വ്യൂ എടുക്കുക, സെലക്ട് ചെയ്യുക. അതായത് നമ്മൾ സ്കെച്ച് ചെയ്ത് സെലക്ട് ചെയ്യുക. ഈ ഒബ്ജക്റ്റ് എനിക്ക് പ്ലാനിൽ കാണണ്ട, എനിക്ക് കാണേണ്ടത് ജസ്റ്റ് നമ്മൾ വരച്ച ആ ഒരു സിമ്പിൾ മാത്രമാണ്, അതായത് ഇത് മാത്രമാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒബ്ജക്ട് സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസിനകത്ത് ഇവിടെ വിസിബിലിറ്റി ഓർ ഗ്രാഫിക് ഓവർറൈഡ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ഉണ്ട്. അത് ജസ്റ്റ് എഡിറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതാ ഡിസ്പ്ലേ ഇൻ 3D വ്യൂസ് ആൻഡ് ഈ ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേ ഏതൊക്കെ കാറ്റഗറീസിൽ നമുക്ക് കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ്. എനിക്ക് പ്ലാനിൽ കാണണ്ടെന്നുണ്ടെങ്കിൽ പ്ലാൻ ഓർ RCP പ്ലാൻ അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാനിൽ കാണത്തില്ല. ജസ്റ്റ് ഓക്കെ എടുത്തു. ഇനി ഞാൻ പ്രൊജക്റ്റിലേക്ക് ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്ലാനിൽ നമുക്ക് അതിന്റെ ആ സിമ്പിൾ മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, പ്ലാൻ കാര്യം നമ്മൾ ഈ പ്ലാനിനെയാണ് നമ്മൾ ഷോപ്പ് ഡ്രോയിങ് ആക്കി മാറ്റേണ്ടത്. ഇപ്പൊ ഷോപ്പ് ഡ്രോയിങ് ആകുമ്പോൾ നമുക്ക് അതിന്റെ ലെജൻസ് മാത്രമേ കാണേണ്ട ആവശ്യമുള്ളൂ ശരിക്കും.
റിഡ്യൂവിൽ മാത്രമേ ശരിക്കും കാണേണ്ട ആവശ്യമുള്ളൂ. അപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത് സാധാരണ. ഓക്കെ സാർ, ഇതൊന്ന് ചെയ്ത് നോക്കിയാലോ ഒന്ന്? ശരി ശരി പതുക്കെ പോയാ പോരെ. മതി മതി മതി. അവരോട് രാജേഷ് ആൻഡ് വിജയ്. ഹലോ. ഹലോ വിജയ്, രാജേഷ്. സ്പീഡപ്പ് വേണോ അല്ല ഇതിങ്ങനെ പോയാൽ പോരെയെന്നാ ചോദിച്ചത്. ഇത് സ്പീഡിൽ പോണോന്ന്, ഇതിലും സ്പീഡിലായിട്ട് പോണോന്നാ ചോദിച്ചത്. ഇത് അല്ല ഇതേ ഇതിൽ പോയാൽ മതിയോ, ഇപ്പൊ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നാളെ? അതെ സാറേ, അതായത് നിങ്ങൾ തന്നെ ഫാമിലി കാര്യം ഇത് ഇവര് ചെയ്താലല്ലേ പരിചയത്തുള്ളൂ. ജസ്റ്റ് ഫാമിലി ക്രിയേഷന് കുറച്ച് സമയം എടുത്തോ, എപ്പോഴും നല്ലതാണ്. അപ്പം ജസ്റ്റ് 2-3 ഫാമിലീസ് ഇപ്പൊ നിങ്ങൾക്ക് സബ്മിറ്റേഴ്സ് കാര്യം ഉണ്ടാവൂല്ലേ എന്തെങ്കിലുമൊക്കെ, ജസ്റ്റ് പാരാമെട്രിക് വേണ്ട, വെറുതെ ഫാമിലി ക്രിയേറ്റ് ചെയ്യാൻ നോക്കൂ. ജസ്റ്റ് ഇത്രയും ടൂൾസ് വെച്ചിട്ട്, അതായത് ഈ ടൂൾസ് വെച്ചിട്ട് കുറച്ച് ഫാമിലീസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. ലൈക്ക് എന്തെങ്കിലും എക്യുപ്മെന്റ്, ഇപ്പൊ ഫാൻ ആയിക്കോട്ടെ, H ആയിക്കോട്ടെ, FC ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യാൻ നോക്കി നോക്കൂ. ഇപ്പൊ സബ്മിറ്റേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം.